കൂട്ടുകാരെ, ഇന്നേ നിങ്ങളിങ്ങനെ ചെയ്തിട്ടേ ഉണ്ടാവാത്ത ഒരു ഉള്ളി മുട്ട വറവ്. ഇത് അടിപൊളി ടേസ്റ്റാണ് കേട്ടോ. എല്ലാം അടിപൊളിയാണ്. എന്നാലും ഞാൻ പറയാം, മുട്ട എങ്ങനെ വേണമെങ്കിൽ ചെയ്താൽ നല്ലതാണ്. അപ്പോൾ ഞാൻ ഇപ്പോൾ അതിന് വേണ്ടിയിട്ട് ഒരു 15 ചെറിയ ഉള്ളി എൻ്റെ മിക്സിയിലേക്ക് ഇടുകയാണ്. നല്ലോണം ഉള്ളി ഉള്ളത് നല്ലതാണ്. ചെറിയ ഉള്ളി തന്നെ ഉപയോഗിക്കണം, ഷാലറ്റ്സ്. അതാണ് ഇതിന് ടേസ്റ്റ് കൂട്ടുന്നത്. കൂടെ തന്നെ അതിൻ്റെ കൂടെ നമ്മൾ ആഡ് ചെയ്യാൻ പോണത് ഒരു ചെറിയ നുള്ളു പുളി. ഈ പുളി അതിന് ഒരു രസം കൊടുക്കുന്നേ ഉള്ളൂ. അതിൽ പുളിപ്പൊന്നും വരാൻ ചാൻസ് ഇല്ല കേട്ടോ. അത്രയും കുറച്ച് ചെറിയ ഒരു നെല്ലിക്ക, വലിയ നെല്ലിക്കയല്ല, ചെറിയ കുഞ്ഞു നെല്ലിക്ക. അതിൻ്റെ കൂടെ ഒരു 3/4 ടീസ്പൂൺ കാശ്മീരി ചില്ലി പൗഡർ, ഒരു 3/4 ടീസ്പൂൺ റെഡ് ചില്ലി പൗഡർ. ഇതിൽ നിങ്ങൾക്ക് റെഡ് ചില്ലി പൗഡർ സ്പൈസി ഉള്ളത് ഒഴിവാക്കിയിട്ട് മുഴുവനും കാശ്മീരി ആക്കാം. അല്ല, മുഴുവൻ നിങ്ങൾക്ക് സ്പൈസിയാണ് ആഡ് ചെയ്യേണ്ടത്, അത് ആഡ് ചെയ്യാം. കൂടെ തന്നെ ഒരു 1/4 ടീസ്പൂൺ ഗരം മസാല, ഒരു 1/4 to 1/2 ടീസ്പൂൺ പെരിഞ്ജീരകം പൊടിച്ചത്. അതൊന്ന് റോസ്റ്റ് ചെയ്ത് പൊടിച്ചാൽ നന്നായിരിക്കും. എന്നിട്ട് അതിനെ നമ്മൾ ഒരു മിക്സി, നമ്മളതിൻ്റെ കൂടെ മഞ്ഞൾപ്പൊടി മറന്നു, മഞ്ഞൾപ്പൊടി എടുത്തു. മഞ്ഞൾപ്പൊടിയും കൂടി ഇട്ടിട്ട് നന്നായിട്ടൊന്ന് ക്രഷ് ചെയ്യുക. ക്രഷ് ചെയ്യാൻ പോകുന്ന നേരം കൊണ്ട് ഞാൻ ഈ 3 മുട്ട ആദ്യം എടുത്തിരിക്കുകയാണ്. നിങ്ങൾക്ക് അതിനെ വേണമെങ്കിൽ അടിക്കാം കേട്ടോ. ആ മസാല ക്രഷ് ചെയ്ത് അവിടെ വെച്ച ശേഷം ഈ 3 മുട്ട നിങ്ങൾക്ക് പൊട്ടിക്കാതെ തന്നെ പാനിലേക്ക് ഒഴിക്കാം. പക്ഷേ ഞാൻ അതിനൊന്ന് പൊട്ടിച്ചടിച്ചു. എന്നിട്ട് ഇപ്പോൾ പാനിലേക്ക് എണ്ണ ഒഴിച്ചു. ഞാൻ ഒഴിച്ചിരിക്കുന്ന എണ്ണ റൈസ് ബ്രാൻ ഓയിലാണ് ഉപയോഗിക്കുന്നത്. നിങ്ങൾക്ക് വേണമെങ്കിൽ വെളിച്ചെണ്ണ ഒഴിക്കാം. ഞാൻ പക്ഷേ ഫൈനൽ സ്റ്റേജിൽ വെളിച്ചെണ്ണ ഒഴിക്കുന്നുണ്ട്. അതുകൊണ്ട് ഞാനിപ്പോൾ അവോയ്ഡ് ചെയ്തു. എന്നിട്ട് ഞാൻ ഈ മുട്ട 3 പാനിലേക്ക് ഇട്ടു. നിങ്ങൾക്ക് ഡയറക്റ്റായിട്ട് മുട്ട പൊട്ടിച്ചൊഴിക്കാം, പക്ഷെ ഞാനൊന്ന് അടിച്ചിട്ട് ഒഴിച്ചു. എന്നിട്ട് നന്നായിട്ടൊന്ന് അതിനെ ചിക്കിപ്പൊരിക്കുക എന്ന് പറയും. നമ്മൾ അതന്നെയല്ലേ പറയുക, അല്ലേ? കുത്തിപ്പൊരിക്കുക, ചിക്കിപ്പൊരിക്കുക എന്നൊക്കെ. അപ്പോൾ ആ സമയത്ത് അതിലേക്ക് കുറച്ച് ഉപ്പ് ആഡ് ചെയ്യുക. മുട്ടയുടെ വേണ്ട കുറച്ച് ഉപ്പട്ടോ. അത് കഴിഞ്ഞിട്ട് കുറച്ച് കുരുമുളക് പൊടി ആഡ് ചെയ്യുക. എന്നിട്ട് നന്നായിട്ടൊന്ന് ചിക്കിപ്പൊരിച്ചിട്ട് അതിനെ മാറ്റി വയ്ക്കുക കേട്ടോ. സാധാരണ നമ്മൾ മുട്ട ചിക്കിപ്പൊരിക്കാൻ മാറ്റി വെച്ചിട്ട് അതേ പാനിലേക്ക് ഞാൻ 1 ടീസ്പൂണും കൂടി എണ്ണ ഒഴിക്കുന്നുണ്ട്. ഇതും സാധാ എണ്ണയോ വെളിച്ചെണ്ണയോ ഏത് വേണമെങ്കിൽ ഉപയോഗിക്കാം. എന്നിട്ട് അതിലേക്ക് കുറച്ച് കടുക്, കുറച്ചെന്ന് പറഞ്ഞാൽ 1/2 ടീസ്പൂൺ കടുക്, 1/2 ടീസ്പൂൺ കൂടി ജീരകം. ഇതെല്ലാം ഒന്ന് നന്നായി പൊട്ടി വരട്ടെ. ഈ പൊട്ടുന്ന സമയത്ത് അതിലേക്ക് ഒരു 5-6 കറിവേപ്പില കൂടെ ആഡ് ചെയ്യാം. ഒരു മണത്തിന് കറിവേപ്പില ഒരു 5-6 ഇല ആഡ് ചെയ്യുക. എന്നിട്ട് നന്നായി ആ കടുകും ഇതെല്ലാം പൊട്ടി വരട്ടെ. പൊട്ടി വന്നിട്ട് ഇപ്പോൾ നല്ലോണം പൊട്ടിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ. പൊട്ടിക്കഴിഞ്ഞിട്ട് നമുക്കതിലേക്ക് എന്താ ആഡ് ചെയ്യേണ്ടതറിയോ? നമ്മൾ അരച്ച് വെച്ച മസാലയില്ലേ, അത് അതിലേക്ക് ആഡ് ചെയ്യുക. അതിങ്ങനെ ക്രഷ് ചെയ്തിരിക്കുക. അത് വെള്ളം തീരെ ഒഴിക്കരുത്. അയ്യോ, ഞാനത് പറയാൻ മറന്നു. വെള്ളം തീരെ ഒഴിക്കാണ്ട് വേണം അത് അരച്ചിടാൻ. അതിന് ശേഷം നിങ്ങളതിനെ വെള്ളം ഒഴിച്ചിട്ടൊന്ന് തിളപ്പിച്ച് വേവിക്കണം. അത് വേറെ കാര്യം. ഈ മസാല ഇട്ട ഉടനെ മസാല നന്നായിട്ടൊന്ന് ഫ്രൈ ചെയ്യുക. കുറച്ചൊരു 3-4 മിനിറ്റ് ഫ്രൈ ചെയ്യണം. അതിന് ശേഷം അതിലേക്ക് ഞാൻ ചുടുവെള്ളമാണ് ഒഴിച്ചിരിക്കുന്നത്. ആ ചൂടായിരിക്കുന്ന മസാലയിലേക്ക് ഞാൻ പച്ചവെള്ളം ഒഴിച്ചിട്ടില്ല. നിങ്ങൾക്ക് പച്ചവെള്ളം ഒഴിച്ചിട്ട് കുഴപ്പമൊന്നുമില്ല. പക്ഷേ അത് നന്നായി വെന്ത് തിളയ്ക്കണം. ആ സമയത്ത് കുറച്ച് ഉപ്പ് ആഡ് ചെയ്യുക കേട്ടോ. ഉപ്പ് ആഡ് ചെയ്യുമ്പോൾ സൂക്ഷിക്കണം. എന്താ കാരണം വെച്ചാൽ മുട്ടയിൽ ഇട്ടിട്ടുണ്ട്. പക്ഷെ മസാലയ്ക്ക് വേണ്ട ഉപ്പ് നമുക്ക് ഏകദേശം നോക്കി അറിയുമല്ലോ, അത് ആഡ് ചെയ്യുക. എന്നിട്ട് എന്താ കാര്യം വെച്ചാൽ ഈ മസാല നന്നായി വഴറ്റണം. ഇത് പച്ച മസാലയാണ്. ഈ വെള്ളം ഒഴിച്ച് അത് വെന്ത് വരുന്ന രീതി, അത് വറ്റുന്ന വരെ ഞാനിപ്പോൾ അതിലേക്ക് ഒരു 1/4 കപ്പ് വെള്ളം ഒഴിച്ചിട്ടുണ്ട്. ഇത് നന്നായി ഡ്രൈ ആയിട്ട് മസാല വെന്ത് വരുന്ന സമയത്ത് നമ്മൾ ഈ ഉണ്ടാക്കി വെച്ച മുട്ട അതിലേക്ക് ഇടുക. എന്നിട്ടാണ് ഇതിൻ്റെ പണി എന്താ വെച്ചാൽ നന്നായി ഫ്രൈ ചെയ്യണം. വേഗം ഇട്ട ഉടനെ അങ്ങനെ ചക്കടക്കുന്ന കൊത്തിപ്പൊരിച്ചതല്ലേ എന്ന് പറഞ്ഞാൽ എടുക്കരുത്. പക്ഷേ ഈ മസാലയിലേക്ക് ആ ഓരോ മുട്ട കൊത്തിപ്പൊരിച്ചതിലേക്ക് അത് ഇറങ്ങണം.
അപ്പോൾ കുറച്ച് നേരം ഒരു 5 മിനിറ്റെങ്കിലും ഇതിങ്ങനെ ചെയ്യണം. ഈ ഡിഷ് ഉണ്ടല്ലോ, ആരെങ്കിലും ഗസ്റ്റൊക്കെ വരുമ്പോൾ നല്ലൊരു, നിങ്ങൾ വിചാരിക്കേണ്ടാവും മുട്ടയിൽ എങ്ങനെ വേണമെങ്കിൽ കഴിക്കാമെന്ന്. പക്ഷെ അങ്ങനെയല്ല. ഞാൻ പറയുന്നത് എന്താ വെച്ചാൽ ഇതൊരു സ്പെഷ്യൽ ഡിഷാണ്. അതുകൊണ്ടാണ് ഉള്ളി വറവൽ എന്നൊക്കെ ഞാൻ പറഞ്ഞത്. ആ ഉള്ളിയുടെ ടേസ്റ്റും പെരുംജീരകത്തിൻ്റെ ടേസ്റ്റും എല്ലാം കൂടി ഈ ഗസ്റ്റൊക്കെ വരുമ്പോൾ നമുക്കൊരു സൈഡ് ഡിഷായിട്ട് കൊടുക്കാം. പിന്നെ ഇത് ചപ്പാത്തിയുടെ കൂടെ, ഏറ്റവും നല്ലത് ചോറിൻ്റെ കൂടെയാണ്. ചോറിന് ഇതൊന്ന് മാത്രം മതി, ഈ ഒരു സാധനം. നല്ല ചൂടോടെ ഇത് ഉണ്ടാക്കിയിട്ടേ. അപ്പോൾ ഫൈനലായിട്ട് ഇനി എന്താ ചെയ്യേണ്ടത് അറിയോ? അതിലേക്ക് ഞാൻ 1 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ, ഇപ്പോഴാണ് വെളിച്ചെണ്ണ ഒഴിക്കണം. വെളിച്ചെണ്ണ ഒഴിച്ച ശേഷം നമുക്കതിലേക്ക് ഒരു 5-6 കറിവേപ്പിൻ്റെ ഇല കൂടി ഫ്രഷ് ആയിട്ടുള്ളത് നിറയെ ഇടാം. ഞാൻ എൻ്റെ ഉള്ളത് ഇട്ടു. നിറയെ കറിവേപ്പില ഇടാം. ആ വെളിച്ചെണ്ണയുടെ കൂടെ കറിവേപ്പില ഇടുമ്പോൾ നല്ലൊരു മണം ഉണ്ടാവും. കൂടെ തന്നെ ലാസ്റ്റാണ് ഈ മാജിക് ഇൻഗ്രീഡിയൻറ്റ്, ഒരിത്തിരി പഞ്ചസാര. നിങ്ങൾക്കറിയാം ഞാൻ ഒരു കറിയിലും പഞ്ചസാര ഇടാൻ പറഞ്ഞാലും ഇടാറില്ല. പക്ഷേ ഇതിൽ ഞാൻ ചേർത്ത് നോക്കിയപ്പോൾ അതിൽ മധുരത്തിൻ്റെ ഒരംശം വരുന്നില്ല. എന്താ കാരണം, ചെറിയ ഒരു 1/2 to 1/4 ആഡ് ചെയ്തിരിക്കുകയാണ്. എന്നിട്ട് നന്നായിട്ടൊന്ന് ഇളക്കുക. ഈ പഞ്ചസാര ആഡ് ചെയ്തിട്ടില്ലെങ്കിൽ നമുക്ക് ആ യൂഷ്വൽ ടേസ്റ്റ് കിട്ടില്ല. പക്ഷേ നിങ്ങൾക്ക് ഇഷ്ടമില്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾ അവോയ്ഡ് ചെയ്യാം. നിങ്ങൾ വിചാരിക്കണം മുട്ടയിലൊക്കെ ആരെങ്കിലും പഞ്ചസാര ആഡ് ചെയ്യുമെന്ന്. പക്ഷേ അത് പഞ്ചസാരയായിട്ട് തോന്നില്ല, മധുരം ഉണ്ടാവില്ല. എന്താ വെച്ചാൽ ആ മറ്റേതൊക്കെ എരിവും പെരുംജീരകത്തിൻ്റെയും എല്ലാം മസാല ഉണ്ടല്ലോ, അതെല്ലാം കൂടി ബാലൻസ് ചെയ്ത് വരാനാണ് ഈ പഞ്ചസാര ആഡ് ചെയ്യണം. ഇത് ഒരിക്കലും അവോയ്ഡ് ചെയ്യരുത് എന്നാണ് എൻ്റെ അഭിപ്രായം. നിങ്ങളിത് കഴിച്ച് നോക്കുമ്പോൾ അറിയാം. നിങ്ങൾ കൂടുതലായിട്ട് ആഡ് ചെയ്യരുത് കേട്ടോ, എന്നാൽ പിന്നെ മധുരിച്ചിട്ടൊന്നിനും കൂടില്ല. ഇത് ഒരു 1/4 ടീസ്പൂൺ, 1/2 ടീസ്പൂൺ, ഞാൻ വളരെ കുറച്ച് ആഡ് ചെയ്തു. ഇനി എന്തിനാ ഞാൻ എൻ്റെ പാത്രത്തിലേക്ക് ആക്കി. ഇപ്പോൾ കൂട്ടുകാരെ, നല്ല അടിപൊളി മുട്ട വറവൽ റെഡി ആയിട്ടുണ്ട്. ഇത് നിങ്ങളിങ്ങനെ ഒന്ന് ഉണ്ടാക്കി നോക്കണം. എന്താ വെച്ചാൽ ഇത് ബെസ്റ്റ്. ചോറ് വിളമ്പി ഇതിനെ അതിൻ്റെ മുകളിൽ സൈഡിൽ വെച്ച് അത് ചോറും കൂടെ മിക്സ് ചെയ്ത് കഴിച്ചു നോക്കൂ. അപ്പോൾ കൂട്ടുകാരെ, ഇനി അടുത്ത ഒരു വീഡിയോയിൽ കാണും വരെ ഇറ്റ്സ് ബൈ ഫ്രം സുധാ മേനോൻ.